റോയ്ച്ചായ പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇന്ത്യയിലെ CPM-ന്റെ ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പോളിറ്റ് ബ്യൂറോ അംഗമാണ്. ഇതുവരെ അവിടോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയോ അവിടുത്തെ പ്രചരണത്തിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി ബംഗാളിലേക്ക് പോകാതെ മാറി നിൽക്കുന്നത്? അല്ല, പാർട്ടി ഔദ്യോഗികമായി പറയുന്നത് മുഖ്യമന്ത്രി തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞ് മദ്രാസിൽ ചെന്നൈയിലെ ആശുപത്രിയിൽ തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ പങ്കെടുക്കാത്തതെന്ന് പറയുന്നു. അത് ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. പക്ഷേ നമ്മൾ കഴിഞ്ഞ 2021 തിരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി ബംഗാളിൽ തിരഞ്ഞെടുപ്പിന് പോയിട്ടില്ല. അന്ന് അദ്ദേഹം വിദേശ യാത്രയ്ക്ക് പോവുകയായിരുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ വിദേശയാത്രയ്ക്ക് പോവുകയായിരുന്നു. അതേപോലെ തന്നെ ഈ ബംഗാളിലെ തെരഞ്ഞെടുപ്പിന് പോകാത്തതിൻ്റെ പിന്നിൽ ഒരു പക്ഷെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ബംഗാളിൽ പ്രസംഗിക്കേണ്ടി വരും. കാരണം മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഈ കേന്ദ്രം ഭരിക്കുന്ന BJP-ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് അവിടുത്തെ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ BJP-യും TMC-യും തമ്മിലാണ് പ്രധാന മത്സരം തന്നെ. CPM അവിടെ ചിത്രത്തിൽ പോലും ഇല്ല. 58 വർഷത്തോളം ഭരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിയമസഭയിൽ ഒരു MLA പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് CPM. ഒരു അതിജീവനത്തിന്റെ പോരാട്ടമാണ്. തീർച്ചയായും മുഖ്യമന്ത്രി മാറി നിൽക്കുന്നത്. അത് അവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വെളിയിൽ കാണുന്ന പോലെയല്ല. അവിടെ മാത്രമല്ല, തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഈ കന്യാകുമാരി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ CPM മത്സരിക്കുന്നുണ്ട്. അങ്ങോട്ടൊന്നും ഈ നമ്മുടെ മുഖ്യമന്ത്രി തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അതിനൊരു കാരണമായി പറയുന്നത്, നമുക്ക് സാധാരണ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാവുന്നത്, കേന്ദ്ര സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അത് പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രസംഗം അവിടെ പോയി നടത്താൻ അദ്ദേഹം തയ്യാറല്ല എന്ന് തന്നെയാണ് അതിന്റെ സൂചന. കാരണം 2021 പോയിട്ടില്ല. അതിനുശേഷം ബീഹാർ ഇലക്ഷനിൽ വന്നു. ബീഹാറിലും CPM-ഉം ഇന്ത്യ മുന്നണിയും ഒക്കെ ഒരുമിച്ചായിരുന്നു. അന്നും അദ്ദേഹം ആ പ്രദേശത്തോട്ടൊന്നും പോയിട്ടില്ല. ഇനി ഭാഷാപരമായ പ്രശ്നമാണെങ്കിൽ പോലും മലയാളത്തിൽ പ്രസംഗിച്ചാൽ അവിടെ ബംഗാളിയിലാക്കാൻ കഴിയുന്ന ഒരാൾക്കാരുണ്ട്. ഇംഗ്ലീഷിൽ പ്രസംഗിച്ചാൽ പോലും ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ കഴിയും. അതൊന്നും അല്ല പ്രശ്നം. അപ്പോൾ ഒരുപക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ, ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതാവ് K. മുരളീധരൻ പറഞ്ഞ മുഖ്യമന്ത്രി അവിടെ പ്രധാനമന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രസംഗിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അദ്ദേഹം പോകാത്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ MA ബേബി, പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഒരു മറുപടി തന്നെ തീർത്തും ദുർബലമായ ഒരു മറുപടിയാണ്. അപ്പൊ ഇതാണ് അതിന് സൂചിപ്പ്. ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത്, പുതിയ കാലത്ത് വീഡിയോയിലൂടെ അവിടെ വീഡിയോ എടുത്ത് പ്രസംഗം വീഡിയോ ആയിട്ട് എടുത്ത് അവിടെ പ്രചരിപ്പിക്കാൻ കഴിയും. അപ്പൊ അതിനൊന്നും മുതിരാതാണ് ഇരിക്കുന്നത്. അതാണ് ഈ സംശയത്തിന് ഇട നൽകുന്നത്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ന്യായമായ രീതിയിൽ നമ്മൾ സംശയിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചരണമോ പ്രസംഗമോ നടത്താൻ നമ്മുടെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഒരു ഉദാഹരണം, 2020 കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ ഇവിടുന്ന് നമ്മുടെ മന്ത്രിമാരും മറ്റ് അന്യ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഒക്കെ പങ്കെടുത്ത ഒരു പ്രതിഷേധ യോഗം ജന്തർ മന്ദറിൽ നടന്നു. അവിടെ നമ്മുടെ മുഖ്യമന്ത്രി പ്രസംഗിച്ചു. ഇംഗ്ലീഷിൽ എഴുതി തയ്യാറാക്കിയ പ്രസംഗമായിരുന്നു. അന്ന് അവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ യൂണിയൻ ഗവൺമെന്റ് എന്നാണ് അവിടെ പ്രസംഗം. ഏതാണ്ട് 9 പ്രാവശ്യം യൂണിയൻ ഗവൺമെന്റ് എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞത് തന്നെ. അപ്പം മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാനുള്ള ഒരു ധൈര്യക്കുറവുണ്ടെന്നുള്ളത് പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ അതായിരിക്കാം സംസ്ഥാനത്ത് ബംഗാളിൽ പോയിട്ട് അവിടെ BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ മടിയായിരിക്കാം ഈ ഒരു ഒഴിഞ്ഞുമാറലിന് പിന്നിൽ എന്ന് ന്യായമായ രീതിയിൽ സംശയിക്കേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം, 2023 മറ്റാണെന്ന് തോന്നുന്നു, അവിടെ ബംഗാളിൽ ഏതാണ്ട് 18 വർഷത്തോളം ബംഗാളിലെ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബാസുവിന്, CPM-ന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും ഇന്ത്യയിലെ ഏറ്റവും തലമുതിർന്ന രാഷ്ട്രീയ നേതാവുമായിരുന്ന ജ്യോതി ബാസുവിന്റെ സ്മാരക മന്ദിരത്തിന് തറക്കല്ലിടാനായിട്ട് വിളിച്ച ദിവസവും അദ്ദേഹം പോയില്ല. കാരണം പറഞ്ഞ് പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നുണ്ട്, അത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വേണ്ടി പ്രധാനമന്ത്രി വരികയായിരുന്നു. അപ്പൊ കൊച്ചിയിൽ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം പോയി. അന്ന് പറഞ്ഞ ന്യായം പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് പോയില്ല എന്ന്. അവിടെ ആക്ച്വലി അന്ന് അവിടെ ഈ പ്രധാനമന്ത്രി സ്വീകരിക്കാൻ ചുമതലപ്പെടുത്തുന്ന P. രാജീവിനെയായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിയോടുള്ള അമിത വിധേയത്വം കൊണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ ജ്യോതി ബാസുവിന്റെ സ്മാരക മന്ദിരം തറക്കല്ലിടലിന് പോകാതെ മുങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ ഒരുപാട് ഈ BJP CPM ബന്ധത്തിന്റെ
കാരണമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ ചൂണ്ടിക്കാണിക്കുന്ന ചില സംഭവങ്ങളാണ്. അതായത് നിരവധി ED അതുപോലെ തന്നെ SFIO ഇങ്ങനെ നിരവധി അന്വേഷണങ്ങൾ കേന്ദ്ര ഏജൻസിയിലുണ്ട്. അപ്പൊ ഇതിലെല്ലാം ഉണ്ടാകാവുന്ന ഒരു പ്രതിസന്ധി മറികടക്കാനാവോ ഈ വിധേയത്വം? ഉറപ്പല്ലേ? കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും മുഖ്യമന്ത്രി, ഞാനതാ പറഞ്ഞു, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ സർക്കാരിനെയോ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാനുള്ള ധൈര്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളും നമ്മൾ കണ്ടില്ല. കേരളത്തിനോടുള്ള അവഗണനയുടെ കാര്യത്തിലായാലും മറ്റ് രാഷ്ട്രീയത്തിന്റെ കാര്യമായാലും ഒന്നും തന്നെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനുള്ള ഒരു ആർജവ കുറവുണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം തന്നെ കാണും. കാരണം എവിടെയാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഏറ്റവും ഒടുവിൽ വന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയായാലും PM ശ്രീയിൽ ഒപ്പിട്ടത്, ശബരിമല കൊള്ള, മറ്റേ അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത്, SFIയുടെ മകൾക്കെതിരെയുള്ള SFIയുടെ അന്വേഷണം, ഇതൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു വാള് മേളിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു കേന്ദ്രവിരുദ്ധ നിലപാട് സ്വീകരിക്കാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അത് കാണിക്കേണ്ടതായിരുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ, അദ്ദേഹത്തിനെതിരെ അദ്ദേഹം എത്ര 40 or 50 ദിവസം ജയിലിൽ കിടന്നു. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽപ്പെട്ട പലരെയും പിടിച്ച് ജയിലിൽ കിടന്നു. എന്നിട്ടും അവർ BJPക്കെതിരായിട്ടുള്ള അറ്റാക്ക് ഇതുവരെ കുറച്ചിട്ടില്ല. കോൺഗ്രസ് നേതാക്കൾ നിരവധി പേര്, രാഹുൽ ഗാന്ധി 55 മണിക്കൂർ നേരം കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യം ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധിയെ കൊണ്ടുപോയി 50-55 മണിക്കൂർ നേരം ചോദ്യം ചെയ്തു. പക്ഷെ എന്നിട്ടൊന്നും അവരാരും അവരുടെ നിലപാടുകളിൽ ഇതുവരെ വെള്ളം ചേർത്തിട്ടില്ല. ഇപ്പോഴും RSSനെ എതിർക്കുന്നതിൽ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയിൽ മറ്റേത് രാഷ്ട്രീയ നേതാവിനെക്കാട്ടിലും മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ധൈര്യം ഉള്ളപ്പോഴാണ് ഇവിടെ ഫാസിസത്തെ എതിർക്കുന്നു, വർഗീയതയെ എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മേനി നടിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് BJPക്കെതിരെ ഒരു അക്ഷരം പറയാനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ് ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ മലയാള മനോരമയില് അവരുടെ ലേഖകൻ അവിടെ CPM ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയായ മുഹമ്മദ് സലീമിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ പിണറായി വിജയനെ വിളിക്കുന്നില്ല? ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ല എന്നുള്ള മട്ടിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. ഇതാണ് CPMന്റെ ഏക മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രചരണത്തിന് കൊണ്ടുവരുമോ? അതേക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. സാധ്യതകൾ നോക്കും. ബംഗാളിലെ പൊതുയോഗങ്ങളിൽ ഭാഷാപരമായ പ്രശ്നവുമുണ്ടല്ലോ. BJP വിരുദ്ധ പ്രചരണത്തിൽ അദ്ദേഹത്തിന് പ്രതിച്ഛായ സഹായിക്കും. അതാണ് അവരുടെ പ്രതീക്ഷ. പക്ഷേ അദ്ദേഹം അങ്ങോട്ട് പോയിട്ടില്ല. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിന് പോയിട്ടില്ല, ഇപ്പോഴും പോയിട്ടില്ല. ഈ തമിഴ്നാട്ടിൽ ആകെ CPMന്റെ 1-2 MLA തമിഴ്നാട്ടിൽ കിട്ടുന്നത് DMKയും കോൺഗ്രസും ഉള്ള മുന്നണിയിൽ പങ്കെടുത്തുകൊണ്ടാണ്. കഴിഞ്ഞ 2 MP കിട്ടിയതും ആ കെയർ-ഓഫിലാണ്. അപ്പോൾ CPMന് വേണ്ടി പോയി പ്രസംഗിക്കാൻ, CPMന് വേണ്ടി പ്രചരണം നടത്താൻ ജീവിച്ചിരിക്കുന്ന ഏക കേരള മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്നുള്ളത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാണ്. അതിന് രാഷ്ട്രീയ എതിരാളികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കെ മുരളീധരൻ പറഞ്ഞപ്പം MA ബേബി വളരെ വികാരപരമായിട്ടാണ് പറഞ്ഞത്. കണ്ണിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് പോകാൻ പറ്റാത്തതെന്ന് പറഞ്ഞത്. പക്ഷേ ബംഗാൾ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ദിവസങ്ങൾക്ക് മുമ്പേ അനൗൺസ് ചെയ്ത കാര്യമാണല്ലോ. അല്ല, ഇതിനെ പറയുമ്പോൾ വേറൊരു രസകരമായ കാര്യമുണ്ട്. നമ്പർ 1 ആരോഗ്യ കേരളം എന്നാണ് നമ്മുടെ ഇവിടുത്തെ ആരോഗ്യ സംവിധാനത്തെ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് ഒരു തിമിര ശസ്ത്രക്രിയ പോലും കേരളത്തിൽ നടത്താനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണോ ചെന്നൈ പോയെന്ന്? അതും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഒരു വശത്ത് നിങ്ങൾ നമ്പർ 1 കേരളം എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ന്യൂയോർക്കിൽ പുള്ളിയുടെ ഒരു പരിചയക്കാരൻ വന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞെന്ന്, കേരളത്തിൽ വന്ന് ചികിത്സിക്കാനാണ് എനിക്ക് താല്പര്യം. അങ്ങനെ കേരളം നമ്പർ 1 ആണെന്ന് നാഴിക 40 വട്ടം പറയുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ചികിത്സയോ രോഗമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നേരെ വെച്ച് പിടിക്കുന്ന അമേരിക്കയിലേക്ക്. ഇപ്പൊ കണ്ണിന് ഒരു ശസ്ത്രക്രിയക്ക് പോലും പോകുന്നത് ചെന്നൈയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്നിട്ടാണ് നിങ്ങൾ ഇത് പറയുന്നത് കേരളം നമ്പർ 1 ആണ്. പക്ഷെ സാധാരണക്കാരൻ ആശുപത്രി ചെല്ലുമ്പം മരുന്നുമില്ല, തുണിയുമില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണ് നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്ത എന്താണ്? മെഡിസെപ്പിന്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ആൾക്കാർക്ക് രോഗത്തിന് ചികിത്സിക്കുന്നതിന് ഒന്നും പൈസ പോലും കൊടുക്കുന്നില്ല. 22 ലക്ഷം രൂപ ചെലവായ ഒരാൾക്ക് അനുവദിച്ച് കേവലം 10,000 രൂപയാണ്. പരാതി പറയാൻ വിളിച്ചാൽ ആ മെഡിസെപ്പിന് ആരും റിയാക്ട് ചെയ്യുന്നില്ല. അപ്പൊ നമ്പർ 1 കേരളത്തിന്റെ കേരളത്തിന്റെ അവസ്ഥ ഇതൊക്കെയാണ്. അപ്പൊ പിന്നെ മുഖ്യമന്ത്രി എങ്ങനെ പോയി കേരളത്തില് പോയി ചികിത്സിക്കും? കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന കണ്ണാശുപത്രികളിലൊന്നാണ് തിരുവനന്തപുരത്തെ സർക്കാർ ഉടമസ്ഥയിലുള്ള കണ്ണാശുപത്രി. അപ്പൊ അവിടെ പോയിട്ടില്ല. കേരളത്തിൽ തന്നെ ഒരുപാട് സ്വകാര്യ കണ്ണ് ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്, അവിടെ ഒന്നും പോയിട്ടില്ല. അപ്പോൾ ഈ പറച്ചിലൊക്കെ ഒരു വശത്ത് കിടക്കുന്ന സ്വന്തം ആരോഗ്യവും സ്വന്തം ജീവനും വരുമ്പോൾ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ള ജനങ്ങളുടെ ഒരു ചോദ്യമുണ്ട്. അത് അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്.
നന്ദി.